3 പതിറ്റാണ്ടിലേറെയായി അരയ്ക്കു താഴേക്ക് തളർന്ന കിടപ്പിലാണ് പത്തനംതിട്ട വായ്പൂർ ചെറുകോൽപ്പതാൽ സ്വദേശി തങ്കച്ചൻ. പരസഹായമില്ലാതെ പ്രാഥമിക കൃത്യങ്ങൾ പോലും തങ്കച്ചൻ നിർവഹിക്കാൻ കഴിയില്ല. കഷ്ടപ്പാടും ദുരിതവും മാത്രമുള്ള ജീവിതത്തിൽ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് തങ്കച്ചൻ. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ പുറത്തോട്ട് ഇറങ്ങണമെന്ന് ആഗ്രഹം. കാരണം എന്തെങ്കിലും ഒരു കച്ചവടം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. 30 വർഷമായിട്ട് ഞാൻ കടലിൽ തന്നെയാണ്. ഇവിടെ ഈ വാടക വീട്ടായതുകൊണ്ട് ബാത്റൂമിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എടുത്തുകൊണ്ട് പോകാൻ സൗകര്യമില്ല. അപ്പോൾ 4-5 മാസം തന്നെയായി ഞാൻ ശരിക്കും കുളിച്ചിട്ട് തന്നെ കുളിക്കാൻ പോലും സൗകര്യമില്ല. പിന്നെ ഞാൻ ഇവിടെ എല്ലാ കാര്യങ്ങളും ഇവിടെ കടലിൽ കിടന്നു തന്നെ എല്ലാം ചെയ്യുന്നത്. തന്റെ 19-ാം വയസ്സിൽ കൂട്ടുകാർക്കൊപ്പം നാട്ടിൽ വായനശാല നിർമ്മിക്കാൻ തടി കയറ്റാൻ പോയതാണ്. തടി ചുമക്കുന്നതിനിടെ പിടിവിട്ട് തങ്കച്ചന്റെ ശരീരത്തിലേക്ക് വീണ് ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെ തളർന്നു. അന്ന് തുടങ്ങിയതാണ് കട്ടിലൊതുങ്ങിയ ദുരിത ജീവിതം. 30 വർഷങ്ങൾ പിന്നിടുന്നു അരയ്ക്ക് താഴേക്ക് തളർന്നു കിടപ്പിലായിട്ട്. മറ്റൊരാളുടെ സഹായമില്ലാതെ കട്ടിലിൽ നിന്ന് ഒന്നനങ്ങാൻ പോലും തങ്കച്ചന് കഴിയില്ല. ഞാനൊരു 19 വയസ്സുവരെ ഓടി നടന്ന ഒരാളായിരുന്നു. പെട്ടെന്ന് എനിക്ക് അപകടം പറ്റിക്കഴിഞ്ഞപ്പോൾ മാനസികമായി തന്നെ തകർന്നു പോയായിരുന്നു. കാരണം ഞാൻ ചെറിയ ജോലിയൊക്കെ ചെയ്ത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ജോലിയൊക്കെ ചെയ്യാൻ പോകുമായിരുന്നു. അങ്ങനെയൊക്കെയാണ്. അമ്മയാണ് നേരത്തെ മരിച്ചുപോയി. 2008 തന്നെ അച്ഛൻ മരിച്ചു. അച്ഛൻ എന്നെ പിന്നെ ഈ അപകടം പറ്റിക്കഴിഞ്ഞ് നോക്കിയത്. 2008 തങ്കച്ചന്റെ അച്ഛൻ മരിക്കുന്നതുവരെ മകനെ നോക്കി. അതിനുശേഷം ജ്യേഷ്ഠന്റെ ചിലവിൽ ജീവിതം തള്ളി നീക്കുകയാണ്. ജ്യേഷ്ഠനും കുടുംബത്തിനുമൊപ്പം വാടക വീട്ടിലാണ് താമസം. കഴിഞ്ഞ 1 വർഷമായി വാടക കൊടുക്കാൻ പോലും കുടുംബത്തിന് മാർഗമില്ല. വീടൊഴിയണമെന്ന ഉടമയും ആവശ്യപ്പെട്ടു തുടങ്ങി. സ്വന്തമായി ഒരു വീടും തനിക്ക് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു ജോലിയും വേണമെന്നാണ് തങ്കച്ചന്റെ ആഗ്രഹം. അപ്പോൾ എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ചെറിയ വീടും കിട്ടണം, ചെറിയ എന്തെങ്കിലും കച്ചവടം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൂ. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുകയാണ്, സഹായിക്കണമെന്ന്. നിങ്ങൾ ആരെങ്കിലും സഹായിക്കുവാണെങ്കിൽ എനിക്ക് മനസ്സിന് എൻ്റെ ജീവിതത്തിൽ ഒരു മുന്നോട്ടുള്ള യാത്രയിൽ എനിക്കൊരു ഒരു പ്രതീകമായിരിക്കും, ജീവിതത്തിൽ സന്തോഷമായിരിക്കും. ജീവിതത്തിലെ പ്രയാസങ്ങളോട് തോറ്റുകൊടുക്കാൻ തങ്കച്ചന് മനസ്സില്ല. പക്ഷേ ഒറ്റയ്ക്ക് പൊരുതാനുമാകില്ല. നന്മയുള്ള ലോകത്ത് ആരെങ്കിലും തന്നെ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ ജീവിതം തള്ളി നീക്കുകയാണ്. 24 പത്തനംതിട്ട. അപ്പോൾ ഇതിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ്, അക്കൗണ്ട് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല. അത് നമുക്ക് യൂട്യൂബിൽ പിൻ ചെയ്യാം. അത് സഹായിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും യൂട്യൂബിൽ പിൻ ചെയ്യുന്ന ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ് കണ്ട് സഹായിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്.